കരിമ്പനകളിൽ തട്ടിത്തലോടി വരുന്ന കാറ്റിൽ ആരോ നിങ്ങളുടെ പേര് വിളിക്കുന്നുണ്ടോ? ഒടിയൻ എന്ന മിത്ത് നാടിൻ്റെ ഭംഗിയുമായി ചേരുന്ന പാലക്കാടിൻ്റെ ഉൾഗ്രാമത്തിലൊരിടത്തേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. ചിങ്ങഞ്ചിറ എന്ന ആൽമരക്കൂടാരത്തിൽ നിന്നാണ് തുടക്കം. മിത്തുകളും വിശ്വാസങ്ങളും ഇടകലർന്ന നാടിന് സന്ധ്യമയങ്ങുമ്പോൾ ലാവണ്യമേറുന്നതിനോടൊപ്പം കഥകൾക്ക് ഭീകരതയുമേറും. കരിമ്പനകളും അതിവിശാലമായ പാടശേഖരങ്ങളും തുടുത്ത ആകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കരിമ്പന പട്ടകളിൽ ചേക്കേറുന്ന കിളികളും കവ എന്ന ജലാശയക്കരയിലെ സായാഹ്ന ഭംഗിയും പാലക്കാടിൻ്റെ മാത്രം കാഴ്ചകളാണ്. ഈ ഭംഗി ആസ്വദിക്കാനാണ് ഞങ്ങളുടെയും യാത്ര. പകൽ കരിഞ്ഞിരിക്കുന്നു. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തത്ര ചൂട്. ആ സമയം ഞങ്ങൾ ചിലവിട്ടത് ചിങ്ങഞ്ചിറയിലേക്കുള്ള യാത്രയ്ക്കാണ്. ജലഛായ ചിത്രം കാണുന്നത് പോലെയാണ് ഇവിടെ പ്രകൃതി. ആരോ നുണയാനായി കുത്തി നിർത്തിയിരിക്കുന്ന ലോലിപോപ്പ് പോലെ വരമ്പുകളിൽ നിരനിരയായി നിൽക്കുന്ന കരിമ്പനകൾ, ഞാറ് നട്ടതിൻ്റെ ഗമയിൽ നിൽക്കുന്ന പാടങ്ങൾ, അകലെ പശ്ചിമഘട്ടം കാണാം. താഴെ പാറമുകളിൽ ഉണക്കാനിട്ടിരിക്കുന്ന വൈക്കോലുകൾക്കടുത്തായി ചെറിയ വീടുകൾ, അതിമനോഹരമായ മുളമുള്ളുകൾ കൊണ്ടു കെട്ടിയിരിക്കുന്ന വേലികൾ. കേരളം മുഴുവൻ വലിയൊരു നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയൊരു നാടും ഗ്രാമവും കാണണമെങ്കിൽ ചിങ്ങഞ്ചിറയിലേക്ക് തന്നെ പോകണം. ചിങ്ങഞ്ചിറ ശരിക്കും ഒരു ആൽമര കൂടാരമാണ്. വിശാലമായ ചിറയുടെ അടുത്ത് അതിലും വിശാലമായി പരന്നു കിടക്കുന്ന ആൽമരക്കൂട്ടങ്ങൾ പരത്തിയിടുന്ന നിഴൽ രൂപങ്ങൾ നൽകുന്ന തണുപ്പാണ് ചിങ്ങഞ്ചിറ. കാലങ്ങളായി ആരാധന നടക്കുന്ന ഇടം. 4 വർഷം മുൻപ് വരെ ഇവിടെ മൃഗബലി നടന്നിരുന്നു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ചിങ്ങഞ്ചിറയിലെ കറുപ്പുസ്വാമിക്ക് നൽകാൻ പെട്ടിയോട്ടോയിൽ ആടുകളും കോഴിയുമൊക്കെയായി നിരവധി ആളുകൾ ഇവിടെ വന്നിരുന്നു. ഏത് വിശ്വാസത്തിൻ്റെ പേരിലായാലും കൊണ്ടുവരുന്ന മിണ്ടാപ്രാണികളുടെ ദൈന്യതയിൽ മുഖമുടക്കി ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാതിരിക്കാൻ എന്നെപ്പോലെ ഇവിടെ പലരും ശ്രമിച്ചിരുന്നതായി മുഖഭാവങ്ങളിൽ നിന്ന് മനസ്സിലായി. ഞാനും എന്നോടൊപ്പമുള്ളവരും ആൽമരത്തിൻ്റെ ആ തണൽ ആസ്വദിച്ച് വെറുതെയിരുന്നു. കൊച്ചുകുട്ടികളെയും പ്രായമായവരെയും കൊണ്ടുവരുന്നവർ ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഉണങ്ങിയ മരക്കൊമ്പ് ചിലപ്പോൾ തലയിൽ വീഴും. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെയൊരു അപകടവും സംഭവിച്ചു. ആലിൻ്റെ ചുവട്ടിലെ ആ നാട്ടുദൈവത്തിൻ്റെ മുന്നിൽ ഇഷ്ടകാര്യസാധ്യത്തിനായുള്ള കാണിക്കകൾ ആടും കോഴിയും ഉൾപ്പെടെ നിരന്നിരിക്കുന്നുണ്ട്. അതിൽ വീടുകളുടെ ചെറുരൂപങ്ങളും തൊട്ടിലും പാവയുമൊക്കെയുണ്ട്. സകുടുംബമായിട്ടാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. വരുന്നവർ ഇവിടെ ആഹാരം പാകം ചെയ്ത് കഴിച്ച് ആൽമരത്തിൻ്റെ നൈർമല്യം നുകർന്ന് കറുപ്പുസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി മടങ്ങുന്നു. ചിറ ഇതിനൊക്കെ സാക്ഷിയായി നിലകൊള്ളുന്നു. ആരാധനയിൽ പങ്കുകൊള്ളണോ വേണ്ടയോ എന്ന ചോദ്യമില്ല. പക്ഷേ ആ സ്ഥലം നൽകുന്ന ശാന്തത ആസ്വദിക്കാൻ ജാതി മതഭേദമന്യേ സഞ്ചാരികളെത്തുന്നുണ്ട്. പകലൊടുങ്ങുമ്പോൾ പാലക്കാടിൻ്റെ സായാഹ്ന കാഴ്ചകളിലേക്ക് സഞ്ചാരികൾ വണ്ടി തിരിക്കുന്നു. ആരാധന നടക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ ചിങ്ങഞ്ചിറയ്ക്കൊരു ചരിത്രമുണ്ട്. പാലക്കാട് കൊല്ലങ്കോടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 2000ഓളം വർഷം പഴക്കമുള്ള പ്രകൃതി ക്ഷേത്രമാണ് ചിങ്ങഞ്ചിറ. ഇവിടുത്തെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ആരാധനമൂർത്തി സ്വയംഭൂവാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. പരമശിവൻ്റെ കിരാത രൂപമാണ് ഇവിടെയെന്നും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ മദ്യവും മാംസവും ഒക്കെയാണ് ഇവിടുത്തെ വഴിപാടുകൾ. പണ്ട് ഇതൊരു കുടുംബക്ഷേത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകലവ്യ ട്രസ്റ്റിന് കീഴിലാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത്. ട്രസ്റ്റിൻ്റെ കീഴിൽ ഒരാശ്രമവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രായമായ വാനപ്രസ്ഥം ലക്ഷ്യമാക്കിയ നിരവധി പേർ ജപവും ധ്യാനവുമൊക്കെയായി ഇവിടെയുണ്ട്. മലയാളികളെക്കാൾ കൂടുതൽ വിശ്വാസികളായി ഇവിടെ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. കൃഷി തുടങ്ങുന്നതിന് മുൻപും വിളവെടുത്ത് കഴിഞ്ഞും ഇവർ ഇവിടേക്ക് എത്തുന്നു. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന കോൺക്രീറ്റ് സൗധങ്ങളും കയ്യേറ്റ മാഫിയകളും കൊല്ലങ്കോടും ചിങ്ങഞ്ചിറയും അടക്കമുള്ള പാലക്കാടിൻ്റെ ഗ്രാമവിശുദ്ധിയിൽ ഒരിക്കലും കണ്ണുവയ്ക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തിരിച്ച് ഞങ്ങളുടെയും മടക്കം.